ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പം നമുക്ക് പാറിലോ പ്രീമിയത്തിലോ ഡിസ്കൗണ്ടിലോ ഇഷ്യൂ ചെയ്യാവുന്നതാണ്. പാർ എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ എന്താണോ അതേ സെയിം പ്രൈസിൽ തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇഷ്യൂഡ് അറ്റ് പാർ എന്ന് പറയുന്നത്. ഇഷ്യൂഡ് അറ്റ് പ്രീമിയം എന്ന് വെച്ചാൽ ഷെയറിൻ്റെ ഫേസ് വാല്യൂവിനേക്കാൾ ഹയർ പ്രൈസിലാണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതായത് 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർ കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് 12 രൂപയ്ക്കാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ 12 റുപ്പീസ്. അപ്പോൾ അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള ആ 2 രൂപ 2 റുപ്പീസ് എന്ന് പറയുന്നത് എന്താണ്? പ്രീമിയം എമൗണ്ട് ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ചിലപ്പോൾ ഷെയർസ് കമ്പനി എങ്ങനെ ഇഷ്യൂ ചെയ്യാം? ഫേസ് വാല്യൂവിനേക്കാൾ കുറഞ്ഞ പ്രൈസിലും ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. 10 റുപ്പീസ് ഫേസ് വാല്യൂ ഉള്ള ഷെയർ ചിലപ്പോൾ 8 റുപ്പീസിന് ചിലപ്പോൾ കമ്പനി ഇഷ്യൂ ചെയ്യാം. ഇഷ്യൂ പ്രൈസ് കുറവായിട്ടും ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫേസ് വാല്യൂവിനേക്കാൾ കുറവ് പ്രൈസിലാണ് ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രീമിയത്തിലും ഡിസ്കൗണ്ടിലും നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ച ജേണൽ എൻട്രീസ് ഉണ്ടല്ലോ, അതിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ പ്രീമിയത്തിലാണെങ്കിൽ ആ പ്രീമിയത്തിൻ്റെ കാര്യം കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം, ഡിസ്കൗണ്ട് ആണെങ്കിൽ ആ ഡിസ്കൗണ്ട് കൂടി കൺസിഡർ ചെയ്യണം. ജേണൽ എൻട്രിയിൽ 1-2 എൻട്രീസിൽ മാത്രമേ ചേഞ്ച് വരുള്ളൂ. ബാക്കിയെല്ലാം നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള അതേ ജേണൽ എൻട്രി തന്നെയാണ്. അതിനോടൊപ്പം അഡീഷണൽ ആയിട്ട് ഈ ഒരു കാര്യം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമേ പ്രീമിയത്തിൻ്റെ കേസ് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രീമിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പേയബിൾ വിത്ത് ആപ്ലിക്കേഷൻ മണി ഓർ ഇറ്റ് ഈസ് പേയബിൾ വിത്ത് അലോട്ട്മെൻറ്റ് മണി. ഒന്നെങ്കിൽ ആപ്ലിക്കേഷനോടൊപ്പം ആയിരിക്കും കമ്പനി പ്രീമിയം കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് മണിയോടൊപ്പം ആയിരിക്കും പ്രീമിയം കളക്ട് ചെയ്യുന്നത്. ആപ്ലിക്കേഷനോടൊപ്പമാണ് നമ്മളത് കളക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ ആ ടോട്ടൽ എത്രയാണോ നമ്മൾ ക്യാഷ് റിസീവ് ചെയ്യുന്നത് അത് വെച്ചിട്ട് നമ്മൾ സാധാരണ പോലെ ജേണൽ എൻട്രി പാസ് ചെയ്യുക, ബാങ്ക് അക്കൗണ്ട് അറ്റാച്ച് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. ഇനി ഷെയർസ് അവർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുമല്ലോ, അതായത് നമ്മൾ ഈ ആപ്ലിക്കേഷൻ മണി ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ലേ, ആ ഒരു സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പാസ് ചെയ്യേണ്ട ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റലിലേക്ക് ആപ്ലിക്കേഷൻ്റെ എമൗണ്ട് എത്രയാണോ അത് മാത്രമാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇനി ഇവിടെ പ്രീമിയത്തിൻ്റെ എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അത് എന്ത് ചെയ്യണം? ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പ്രീമിയത്തിൻ്റെ എമൗണ്ട് അതിലാണ് കാണിക്കേണ്ടത്. ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും ആപ്ലിക്കൻറ്റിന് നമ്മൾ ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കുന്നില്ല, കമ്പനി റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? അതും കൂടി ഷെയർസ് അലോട്ട് ചെയ്യുന്ന ആ ഒരു എൻട്രിയിൽ നമ്മൾ അതും കൂടി ഒന്ന് പാസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കമ്പനി പേയ്മെൻ്റ് ആണ് ചെയ്യുന്നത്, അപ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും കൂടി നമുക്ക് ഒരൊറ്റ ജേണൽ എൻട്രിയിൽ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. അതായത് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. സാധാരണഗതിയിൽ ഒരു കമ്പനി അലോട്ട്മെൻറ്റ് മണിയുടെ ഒപ്പമാണ് പ്രീമിയം കളക്ട് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് മണിയുടെ ഒപ്പമാണ് പ്രീമിയം കളക്ട് ചെയ്യുക എന്നതാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. അപ്പോൾ അലോട്ട്മെൻറ്റിനോടൊപ്പമാണ് ഈ പ്രീമിയം കളക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പാസ് ചെയ്യേണ്ട ജേണൽ എൻട്രി എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുന്ന എൻട്രി ഉണ്ടല്ലോ, ആ എൻട്രിയിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഡ്യൂ ആകുന്ന സമയത്ത് നമ്മൾ സാധാരണ പോലെ തന്നെ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ലെറ്റർ അലോട്ട്മെൻറ്റ് മണി ഫുള്ളായിട്ട് ഡെബിറ്റ് ചെയ്യുക ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. അതിൽ ഷെയർ അലോട്ട്മെൻറ്റിൽ ടോട്ടൽ എമൗണ്ട് കാണിക്കുക, അതായത് നമ്മുടെ അലോട്ട്മെൻറ്റ് പ്ലസ് പ്രീമിയം കൂടി ചേർത്തിട്ടുള്ള എമൗണ്ടാണ് കാണിക്കേണ്ടത്. ഇനി ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ്? അലോട്ട്മെൻറ്റിന് മണി മാത്രമായിരിക്കണം നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇനി അതേപോലെ ടു സെക്യൂരിറ്റി പ്രീമിയത്തിലേക്ക് നമ്മൾ പ്രീമിയത്തിൻ്റെ എമൗണ്ട് മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓർത്താൽ മതി, സാധാരണ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുന്ന എൻട്രിയുടെ ഒപ്പം സെക്യൂരിറ്റി പ്രീമിയം എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുന്ന എൻട്രി ചെയ്യുക. അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുന്ന എൻട്രി എന്ന് പറയുന്നത് എന്താണ്? ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. അതിൽ ചേഞ്ച് ഒന്നും തന്നെ ഇല്ല. അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുന്ന കേസിൽ മാത്രമേ ആ ഒരു പ്രീമിയത്തിൻ്റെ കാര്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. ഇനി ഷെയർസ് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ജേണൽ എൻട്രി പാസ് ചെയ്യേണ്ടത്? അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുന്ന ജേണൽ എൻട്രിയിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. ബാക്കി ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുക, കോൾ മണിയുടെ കേസൊക്കെ സെയിം തന്നെയാണ്. അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന ഡിസ്കൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഷെയർസ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ക്യാപിറ്റൽ ലോസ് ആണ്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ 10 രൂപ വിലയുള്ള ഷെയർ 8 രൂപയ്ക്കാണ് കമ്പനി വിൽക്കുന്നത്. അപ്പോൾ കമ്പനിക്ക് ആകെ 8 രൂപയെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ബാലൻസ് 2 റുപ്പീസ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ടായിട്ട് കൊടുത്തു. ആ ഡിസ്കൗണ്ട് എന്താണ്? കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ ലോസ് ആണ്. ക്യാപിറ്റൽ ലോസ് എന്ന് പറയുന്നത്
നമ്മളെപ്പോഴും ഡെബിറ്റാണ് ചെയ്യുക. ലോസസ് എപ്പോഴും നമ്മൾ ഡെബിറ്റാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുന്ന എൻട്രി ഒന്ന് ആലോചിക്കുക. എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുന്നത്? ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ. ഇനി അതിനോടൊപ്പം തന്നെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അക്കൗണ്ടും നമ്മൾ ഡെബിറ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ അലോട്ട്മെൻറ്റിൽ നമ്മൾ അലോട്ട്മെൻറ്റ് മണിയായിട്ട് എത്രയാണോ കളക്ട് ചെയ്യുന്നത് അത് കാണിക്കുക. ഡിസ്കൗണ്ടിൽ നമ്മൾ എത്രയാണോ ഡിസ്കൗണ്ട്, ഇപ്പോൾ 2 രൂപയാണ് ഡിസ്കൗണ്ടെങ്കിൽ ആ 2 രൂപ എന്നുള്ള എമൗണ്ടാണ് കാണിക്കേണ്ടത്. ടു ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ ഇത് രണ്ടും ചേർത്തിട്ടുള്ള ടോട്ടൽ എമൗണ്ടാണ് നമ്മളവിടെ കാണിക്കേണ്ടത്.